എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ദേവയാനി ആകെ വിഷമത്തോടെ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ഇതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട കാര്യമില്ല, നമ്മുടെ കമ്പനി തിരിച്ചു കയറി വരും. ഇപ്പോൾ MD സ്ഥാനത്തിരിക്കുന്ന അനി അത്ര പെട്ടെന്നൊന്നും തോറ്റു പോകില്ല, അവൻ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ചെയ്യും. നമ്മുടെ കമ്പനി തിരിച്ചു കയറി വന്നതിന് ശേഷം MD സ്ഥാനത്തേക്ക് ആദർശ് തിരിച്ചു വരികയും ചെയ്യും. ഈ കാര്യങ്ങളൊക്കെ ഞാനും മുത്തശ്ശനോട് സംസാരിക്കാറുണ്ട്, മുത്തശ്ശനും പറയാറുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ചോദിക്കുവാണ് ദേവയാനി, അച്ഛൻ അങ്ങനെ പറയാറുണ്ടോ, അച്ഛൻ അമ്മയോട് അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോഴാണ് മുത്തശ്ശിക്ക് അബദ്ധം പറ്റിയല്ലോ എന്ന് തോന്നുന്നത്. അന്നേരം അങ്ങനെയല്ല, ആദർശ് ഇവിടുന്ന് പോയ സമയത്തും അതുപോലെ ഇതിനു മുമ്പ് ആദർശ് MD സ്ഥാനം ഏറ്റെടുത്ത സമയത്തും ഒക്കെ മുത്തശ്ശന് വളരെ പ്രതീക്ഷ ഉണ്ടായിരുന്നു അവനിൽ. അത് മുത്തശ്ശനിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ്. അതൊക്കെ അങ്ങനെ തന്നെ നടക്കും, അതാ ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പം ദേവേനി പറയുന്നുണ്ട്, അമ്മ അതൊക്കെ പഴങ്കഥയല്ലേ, ഇപ്പം അങ്ങനെയല്ലല്ലോ എന്ന് പറയുമ്പം അതൊക്കെ നേരാവണ്ണം നടന്നോളൂ, നീ അതോർത്തൊന്നും ടെൻഷൻ അടിക്കണ്ട, ഇപ്പോൾ ആ അച്ചാർ ഇച്ചിരിങ്ങ തന്നേ, ഞാൻ നോക്കട്ടെ നല്ല നന്നായോ നോക്കട്ടെ എന്ന് പറയും. അങ്ങനെ അതെടുത്ത് കഴിച്ചു നോക്കിയിട്ട് പറയുന്നുണ്ട്, ഏതായാലും മരുമോളുടെ മനസ്സറിഞ്ഞ് തന്നെയാണ് അമ്മായിമ്മ ഉണ്ടാക്കിയേക്കുന്നത്, എരിവും പുളിയൊക്കെ കുറവാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ലതായെന്ന് പറയും. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നയനിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, അത് അങ്ങോട്ട് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയാണ്. അങ്ങനെ അവരതിനെപ്പറ്റി സംസാരിച്ച് നിൽക്കുന്നു. ഈ സമയം നന്ദു ആകെ വിഷമത്തിലാട്ടോ, രാവിലെ എഴുന്നേറ്റ് ഒരു ചായയും കുടിച്ചിരിപ്പാണ്. ആനി പിണങ്ങിയതിൻ്റെ സങ്കടമാണ് മനസ്സിൽ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് കനകയും ഗോവിന്ദനും വരുന്നത്. അവർ രണ്ടുപേരും രാവിലെ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയായി വന്നതാണ്. ഇന്ന് നന്ദുവിൻ്റെ പിറന്നാളല്ലേ, അതുകൊണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ഇന്ന് അമ്പലത്തിലൊന്നും പോകുന്നില്ലേ എന്ന്. അന്നേരം ഞാൻ ഇന്നിപ്പോൾ എഴുന്നേറ്റപ്പോൾ താമസിച്ചല്ലോ, പൊയ്ക്കോളാം, ഇപ്പോൾ പോകുന്നില്ല എന്നിങ്ങനെ പറയുവാണ്. അന്നേരം കനക പറയുന്നുണ്ട്, ഞങ്ങൾ കുറച്ച് വഴിപാടൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്, നിൻ്റെ പേരിലും ആദർശിൻ്റെയും നയനയുടെയും പേരിലൊക്കെ വഴിപാട് കഴിക്കണം, അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങ് തിരിച്ചു വന്നേക്കാം, നീ എപ്പോഴാണ് പോകുന്നത് എന്നൊക്കെ ചോദിക്കും. അത് കഴിഞ്ഞ് വൈകിട്ട് കേക്ക് മുറിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട്, ഇല്ല അച്ഛാ, ഈ പ്രാവശ്യം അങ്ങനെ ആഘോഷങ്ങളൊന്നും വേണ്ട, എല്ലാ പ്രാവശ്യവും കേക്കുമായിട്ട് വരുന്നത് നയനേച്ചിയായിരുന്നു. നയനേച്ചി വിളിച്ചപ്പോൾ ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ട് ചേച്ചിയോട്, ഈ പ്രാവശ്യം ആഘോഷങ്ങളൊന്നും വേണ്ടാന്ന്, ഇതിങ്ങനെ അങ്ങ് പോട്ടെ ഈ പ്രാവശ്യം എന്നിങ്ങനെ പറയുക. അന്നേരം കനക പറയുന്നുണ്ട്, നീ ഇങ്ങനെ പറയുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു, അതുകൊണ്ട് ഞാൻ അമ്പലത്തിൽ പായസം കഴിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അത് മതിയില്ലേ എന്ന് ചോദിക്കും. മതി എന്ന് പറയുവാണ്. ഏതായാലും അവർ അമ്പലത്തിൽ പോകാൻ ഇറങ്ങുന്നതിന് മുമ്പ് നന്ദുവിനോട് പറയുന്നുണ്ട്, ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് ഏതായാലും അമ്പലത്തിൽ കയറി ഒന്ന് തൊഴുതിട്ടേ പോകാവുള്ളൂ കേട്ടോ എന്ന്. അങ്ങനെ അവരങ്ങ് പോകുന്നു. പോയ ഉടനെ നന്ദു വീണ്ടും അനിയെ വിളിക്കുക കേട്ടോ. വിളിക്കുമ്പം എടുക്കുന്നില്ല, ആകെ ടെൻഷനോടെ വെയിറ്റ് ചെയ്യുവാണ്. ഈ സമയം അനി നല്ല ഉറക്കത്തിലാണ്. അങ്ങോട്ടേക്ക് ചായയായിട്ട് രാവിലെ ജാനകി കയറി വരുന്നുണ്ട്. അപ്പോൾ ജാനകി അവിടെ നിന്ന് ഫോൺ അടിക്കുന്ന കാണും. എന്നാൽ ജാനകി, ഇവന് എന്ത് ഉറക്കം ഇത്, രാവിലെ വലിയൊരു ആവശ്യത്തിന് വിളിക്കുന്നതായിരിക്കും, ആ ഫോൺ കോൾ പോലും എടുക്കാതെ കിടന്ന് ഉറങ്ങുക എന്ന് പറഞ്ഞ് ആ ചായ അവിടെ കൊണ്ട് വെച്ചിട്ട് ഫോൺ എടുത്ത് നോക്കുക. അതിനകത്ത് സേവ് ചെയ്തേക്കുന്ന അനന്തു എന്ന. അതുകൊണ്ട് അവർക്ക് പെട്ടെന്നങ്ങ് മനസ്സിലായില്ല ഇതാരോ പോലും, വല്ല ആവശ്യക്കാരാണോ പോലും എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് നിൽക്കുന്നുണ്ട്. എന്തായാലും വേറെ ആരാണെന്ന് അറിയത്തില്ലാത്തത് കൊണ്ട് എടുക്കുന്നില്ല. അന്തിക്ക് അത് ഫോൺ അടിച്ച് കട്ടാവും. അതും പിടിച്ചുകൊണ്ട് അനിയനെ വിളിച്ച് എഴുന്നേൽപ്പിക്കുക. ഇത് എന്ത് കഷ്ടമോ, ഇങ്ങനെ കിടന്ന് ഉറങ്ങാതെ എഴുന്നേറ്റേടാ എന്ന് പറഞ്ഞ് വിളിച്ച് എഴുന്നേൽപ്പിക്കുമ്പോൾ, ഇത് എന്നതാമേ എല്ലാ ദിവസവും രാവിലെ ഇതിപ്പോൾ ഒരു പതിവാണല്ലോ, എന്നെ എന്തിനും ഇങ്ങനെ കുത്തിപ്പൊക്കുന്നത് എന്ന് വയ്ക്കും. അന്നേരം ജാനകി പറയുന്നുണ്ട്, നിന്നെ ഒരുപാട് വിശ്വസിച്ച് ഒരു വലിയ ഉത്തരവാദിത്തം നിൻ്റെ മുത്തച്ഛൻ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് നല്ല രീതിയിൽ നീ നോക്കി നടത്തണം. ഒരു ഉത്തരവാദിത്വവും ഇല്ല, അവൻ കിടന്ന് ഉറങ്ങുന്ന കണ്ടില്ലേ. ആദർശാണെങ്കിൽ ഡ്യൂട്ടിയുള്ള ദിവസം എങ്ങനെ പോയാലും 6 മണിയാകുമ്പോൾ അവൻ എഴുന്നേക്കും, നീ ഇതെന്നത് ഈ കാണിക്കുന്നേ എന്നൊക്കെ ചോദിക്കുക. അന്നേരം അനി പറയുന്നുണ്ട്, ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ് ആദർശേട്ടനല്ല ഞാൻ എന്ന്. ഈ സ്ഥാനം എൻ്റെ തല കെട്ടിവെക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ എനിക്ക് വേണ്ട എന്ന്. എന്നിട്ടും എല്ലാവരും കൂടെ ആ മുൾക്കുരീടം എടുത്ത് എൻ്റെ തലയിലേക്ക് വെച്ച് തന്നു, ഇതിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്ന് ചോദിക്കുവാണേ. അന്നേരം പിന്നെയും നന്ദു വിളിക്കുക. അന്നേരം ഇതിൻ്റെ അകത്ത് അനന്തു എന്നാണല്ലോ കൊടുത്തേക്കുന്നത്. അന്നേരം ദേണ്ടിയുടെ ആരാണ്ട് വിളിക്കുന്നു, ഇതിൻ്റെ അകത്ത് അനന്തു എന്ന് കൊടുത്തേക്കുന്നത്, അത് ആരാ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ആദ്യം ഒന്ന് പതറും, എങ്കിലും അതിന് പറയുവാണ് അതൊരു വിവാഹ പാർട്ടിയാണ് എന്ന്. എന്നാൽ നീ എടുക്കുക എന്ന് പറയുമ്പം, ഇപ്പോൾ എടുക്കുന്നില്ല, ഞാൻ പിന്നെ അങ്ങോട്ട് തിരിച്ചു വിളിച്ചോളാം, അമ്മ എടുക്കണ്ട, അത് കാട്ടിക്കേ എന്ന് പറഞ്ഞ് മേടിക്കുക. അന്നേരം എടാ ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ, ഒന്നാമത് കമ്പനിക്ക് നഷ്ടം വന്നിരിക്കുന്ന സമയം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്നേരം ഡീൽ ചെയ്യണം എന്നൊക്കെ പറയുമ്പം, അതൊക്കെ ഞാൻ ചെയ്തോളാം, അമ്മ പൊയ്ക്കോ എന്ന് പറയും. എന്നാൽ നീ പെട്ടെന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് വാ ചായ കുടിച്ചിട്ട് എന്ന് പറഞ്ഞ് അങ്ങ് പോകാൻ തുടങ്ങുന്ന ജാനകിക്കൊരു സംശയം. തിരിഞ്ഞു നിന്നിട്ട് ചോദിക്കുവാണ്, അനന്തു എന്ന് പറഞ്ഞ് സേവ് ചെയ്തേക്കുന്ന ആ നന്ദു ഒന്നും അല്ലല്ലോ അല്ലേ എന്ന്.
അന്നേരം അനി ഇതെന്തൊരു കഷ്ടമോ, അമ്മയ്ക്ക് അത്രയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ തിരിച്ചങ്ങ് വിളിക്കാൻ മേലായിരുന്നോ, അപ്പോൾ അങ്ങേ തലയ്ക്ക് ഫോൺ എടുക്കുമല്ലോ, അന്നേരം ആരാന്നുള്ള അറിയാമായിരുന്നല്ലോ, സംശയം മാറിയേനെ എന്നൊക്കെ പറയുമ്പോൾ അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അഭി പലപ്പോഴും ഇവിടെ പറയുന്നത് കേട്ടിട്ടുണ്ട് നീയും അവളും ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ടെന്ന്, അതുകൊണ്ട് ചോദിച്ചതാന്ന് പറയുമ്പം അവൻ പറയുന്നത് എല്ലാം സത്യമാണല്ലോ, അതുകൊണ്ട് ഇതും അങ്ങ് വിശ്വസിച്ചു എന്ന് പറയുവാണ് അനി. അന്നേരം ജാനകി പറയുന്നുണ്ട് എടാ വേറെ ഒന്നും കൊണ്ടും അല്ല, നിൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ നിനക്കറിയാവോ, മൂർത്തി ഗ്രൂപ്പിൻ്റെ MD ആണ് നീ, അത് പറഞ്ഞ് എന്നെ പലരും വിളിക്കാറുണ്ട്, MDയുടെ അമ്മയാണല്ലോ ഞാൻ, അതിൻ്റെ ഒരു പവർ എനിക്കുണ്ട്, കിട്ടിയ സൗഭാഗ്യം നഷ്ടപ്പെടുത്തി കളയാതെ നീ നന്നായിട്ട് അത് വിനിയോഗിക്കാൻ നോക്കുക എന്നൊക്കെ പറയുമ്പം അമ്മ ഞാനത് നോക്കിക്കോളാം, അമ്മമ്മയുടെ കാര്യം നോക്കി പോയി ഇപ്പം എന്ന് പറയുന്നു. അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ജാനകി അങ്ങ് പോയി കഴിയുമ്പം അനി മനസ്സിലോർക്കുന്നുണ്ട് ഇന്നലെ അവൾ എന്നെ ഒരുപാട് വിഷമിപ്പിച്ചു, അതിനുള്ള ഒരു തിരിച്ചടി അവൾക്ക് കൊടുക്കണമല്ലോ, അതുകൊണ്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് തന്നെ അനി തീരുമാനിക്കുക. ഈ സമയം ഇപ്പുറത്ത് അബി ഇരിപ്പുണ്ട് റൂമിൽ. അബിക്ക് ചായ കൊണ്ട് കൊടുത്തിട്ട് നവ്യ അബിയോട് പറയുവാണ് എടാ ഇന്നലെ നീ പറഞ്ഞത് സത്യമാണെന്ന് തോന്നുന്നേ, അനി 1 മണി കഴിഞ്ഞാണ് ഇവിടെ വന്നത് എന്ന് നേരത്തെ അമ്മായി അവിടെ നിന്ന് പറയുന്നത് കേട്ടു എന്ന് പറയും. അന്നേരം അബി നവ്യയോട് പറയുക എങ്കിൽ നീ ഒരു കാര്യം ചെയ്ത് നിൻ്റെ വീട്ടിലോട്ട് വിളിച്ച് ചോദിക്കുക അവൾ എപ്പോഴാണ് നന്ദു എപ്പോഴാണ് വീട്ടിൽ വന്നത് എന്ന്. അവളും താമസിച്ചാൽ വന്നെങ്കിൽ 2 പേരും ഒരുമിച്ച് കാണുന്നുണ്ടായിരിക്കും, ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട് എന്തൊക്കെ സംഭവിച്ചിട്ടും കാര്യമൊന്നുമില്ല, അവർ തമ്മിലുള്ള വിവാഹമൊന്നും നടക്കാൻ പോണില്ല, ഇപ്പോഴത്തെ അനിയുടെ പൊസിഷൻ വെച്ച് അവന് നല്ല നല്ല വിവാഹാലോചനകൾ വരുന്നുണ്ട്, അതിലേതെങ്കിലുമേ നടക്കുകയുള്ളൂ എന്ന് പറയുമ്പം അബി പറയുവാണ് നീ ഒരു കാര്യം മറന്നു പോകരുത്, നമ്മുടെ വിവാഹം നടന്ന രീതി അതെങ്ങനെയാണ് എന്ന് നിനക്കറിയാലോ, ഇന്നലെ അവർ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ 2 പേരും 1 മണി വരെ ഒരുമിച്ചാണെങ്കിൽ അവർ ഏതെങ്കിലും ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, മിക്കവാറും അവർ എല്ലാ തരത്തിലും അങ്ങ് ഒന്നിച്ച് കാണും. ഇപ്പോഴത്തെ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ഒരു രീതിയാണ് വിവാഹം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കുന്നത്, അതൊന്നും മറന്നു പോകരുത് എന്ന് പറയുവാണ്. അബിയുടെ സ്വഭാവമാണ് അനിക്ക് എന്നാണ് അബിയുടെയും വിശ്വാസം, അല്ലെങ്കിൽ അവൻ്റെ തോന്നൽ, അതുകൊണ്ടാണ് അവൻ ഇതുപോലുള്ള ഡയലോഗ് അടിക്കുന്നത്. അന്നേരവും നവ്യ പറയുന്നുണ്ട് ഇനിയിപ്പോൾ അതൊന്നും നടക്കൂലടാ, ഇപ്പം പ്രേമിച്ചിട്ടും കാര്യമൊന്നുമില്ല, ഒരു തരത്തിൽ അവരുടെ വിവാഹം നടക്കാനുള്ള സ്കോപ്പില്ല എന്ന് പറയും. അന്നേരം അബി അതിൻ്റെ ഇടയ്ക്കൂടെ പറയും എനിക്ക് ആ നന്ദുവിനെ അത്ര വിശ്വാസമില്ല, അവൾ ഇനിയും കള്ളക്കേസിൽ എന്നെ കൊടുക്കാൻ വേണ്ടി ചിലപ്പോൾ വരുമെന്ന്. അന്നേരം നവ്യ പറയുന്നുണ്ട് ഇനി അവൾ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല, കാരണം ഡേവിഡ് സാറിനൊക്കെ നല്ല പിടിപാടുണ്ടോ പോലീസിലൊക്കെ, നിനക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ കൊണ്ട് അവളെ ട്രാൻസ്ഫർ ചെയ്യിക്കുമെന്ന് പറയുക. അന്നേരം അബി പറയുന്നുണ്ട് അവളെ ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ പുറകെ പോയി ഇവിടെ ഒരുത്തൻ, അവൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം, അവൻ പണ്ട് തൊട്ടേ ആരെയെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവരെ വിട്ടുകളയത്തില്ല, അതുപോലൊരു സ്വഭാവമാണ്, അതുകൊണ്ട് അവൻ എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അബി അങ്ങ് പോവേ. അത്യാവശ്യം നവ്യയുടെ മനസ്സ് ടെൻഷൻ കോരിയിട്ടിട്ടാണ് പോകുന്നത്, ഇനി അനിയും നന്ദുവും കൂടി ഒന്നിച്ചാലോ എന്നുള്ള ടെൻഷനായി പിന്നെ നവ്യയ്ക്ക്. അപ്പോഴത്തേക്കും ദേവയാനി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നയനയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അന്നേരം ഇങ്ങനെ പലഹാരങ്ങളൊക്കെ ആയിട്ടാണ് വന്നത് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു, ഇവിടുത്തെ ദാമുവേട്ടൻ എല്ലാം നല്ല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ടമ്മേ, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അന്നേരം അതൊക്കെ നേരാ, പക്ഷേ എനിക്ക് ഉണ്ടാക്കി തരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, മോളെ നേരാവണ്ണം ഒന്ന് നോക്കാനോ കൂടെ വന്ന് നിൽക്കാനോ പറ്റുന്നില്ല, ഇതെങ്കിലും ഞാൻ ചെയ്യണ്ടേ എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് ദേവയാനി പറയുന്നുണ്ട് ഇപ്പോൾ ആകെ ടെൻഷനിലാണ് എല്ലാവരും, ഈ പ്രാവശ്യത്തെ വിഷുവിനെങ്കിലും നമ്മളൊന്ന് പിടിച്ചു നിന്നാൽ മതിയായിരുന്നു, AN ജ്വല്ലറിയുടെ താഴേക്ക് പോകാതിരുന്നാൽ മതിയായിരുന്നു, മുത്തച്ഛനൊക്കെ ആണെങ്കിൽ നല്ല ടെൻഷനുണ്ട് എന്ന് പറയുക. അന്നേരം ആദർശ് പറയുന്നുണ്ട് അമ്മേ അതുകൊണ്ടൊന്നും കാര്യമില്ല, ഈ പറഞ്ഞ രീതിയിലൊന്നും കാര്യങ്ങൾ നടക്കില്ല, ഈ പ്രാവശ്യം നമ്മൾ താഴേക്ക് പോകും എന്ന് പറയുമ്പം ദേവയാനിക്ക് സങ്കടമാണ്. അന്നേരം ആദർശ് പറയുന്നുണ്ട് വിഷുവിന് നമ്മൾ താഴെ പോകും, അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു കയറും, അത് അങ്ങനെ ആക്കി തീർക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഞാൻ, അത് സംഭവിക്കുമെന്ന് പറയുന്നു. അന്നേരം നയനയും പറയുന്നുണ്ട് അമ്മേ നമ്മുടെ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം തീർന്ന് നമ്മൾ തിരിച്ചു കയറി വരും, അമ്മ ടെൻഷൻ ആവണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ദേവയാനി നയനയുടെ ശരീരം സൂക്ഷിച്ചോണം, നന്നായിട്ട് ഭക്ഷണം കഴിച്ചോണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവരകത്തേക്ക് പോയി കഴിയുമ്പോൾ മോളെ എടുത്തിട്ട് ആദർശ് ചോദിക്കുന്നുണ്ട് എന്തുണ്ട് അവിടുത്തെ വിശേഷം, മോളോട് എല്ലാവരും നല്ല സ്നേഹത്തോടെയാണോ പെരുമാറുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം വല്യമ്മ എന്നോട് ദേഷ്യപ്പെടാറുണ്ട് എന്ന് പറയും. അന്നേരം വല്യമ്മയുടെ കാര്യം കൂട്ടണ്ട, വേറെ ആരെങ്കിലും ദേഷ്യപ്പെടാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മോള് മിണ്ടാതെ നിൽക്കുക. അന്നേരം ആദർശ് പറയുന്നുണ്ട് അഭിയും അമ്മയും നിന്നോട് കൊച്ചിനോട് ദേഷ്യപ്പെടാറുണ്ട് എന്ന് എനിക്കറിയാം, ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ എല്ലാ അച്ഛനോടും അമ്മയോടും തുറന്ന് പറയണം കേട്ടോ എന്ന് പറയും. പറയാമെന്നും പറയും. പിന്നീട് അനി കാണിക്കുന്നുണ്ട്, അനി പോകാൻ വേണ്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ്
നവീൻ വിളിക്കുന്നത്. എന്നിട്ട് ചോദിക്കുവാണ്, എടാ ഇന്നലെ നല്ല അടിപൊളിയായിരുന്നു, പോലീസ് സ്റ്റേഷനിൽ പോയി നന്ദുവിൻ്റെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചു, അവൾ ഈ കാര്യങ്ങളൊന്നും നിന്നോട് പറഞ്ഞില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ സംസാരത്തിൽ എപ്പോഴോ പറഞ്ഞതായിട്ട് ഓർക്കുന്നു എന്ന് പറയും. എന്നിട്ട് പറയുവാണ്, എനിക്ക് ഭയങ്കര സന്തോഷമായി, ഇന്നിപ്പോൾ അവൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം, എന്നേക്കാൾ കൂടുതൽ അവളെ അറിയാവുന്ന നിനക്കല്ലേ, അതുകൊണ്ട് അവൾക്ക് എന്ത് ഗിഫ്റ്റാണ് ഞാൻ കൊടുക്കണ്ടേ എന്ന് ചോദിക്കുമ്പം അത് നിൻ്റെ ഇഷ്ടത്തിന് കൊടുക്കുക, ഒരാൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കേണ്ടത് സ്വന്തം ഇഷ്ടത്തിന് അല്ലാതെ വേറൊരാൾ പറയുന്ന അനുസരിച്ചല്ല കൊടുക്കേണ്ടത് എന്ന് പറയുക. അന്നേരം അതെന്തെങ്കിലും ഞാൻ ചെയ്യാം, ഇന്ന് നമുക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കും. അന്നേരം ഇല്ല, ഇനി ഞാൻ ഇത്തിരി തിരക്കാണ് എന്ന് പറയുമ്പം നീ ഇപ്പോൾ ഭയങ്കര തിരക്കാണല്ലോ, നിൻ്റെ സംസാരത്തിൽ പോലും ആ ഒരു രീതി വന്നു, ഏതായാലും പിന്നെ കാണാം എന്ന് പറഞ്ഞിട്ട് നവീൻ ഫോൺ വയ്ക്കുന്നു. ദേഷ്യം വന്ന് നിൽക്കുക കേട്ടോ എനിക്ക് ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യം കൂടെ കേട്ടപ്പം. നവീൻ ഫോൺ വെച്ചതിന് ശേഷവും അനിയുടെ ദേഷ്യം മാറുന്നില്ല. അന്നേരമാണ് റൂമിലേക്ക് അജയൻ വരുന്നത്. എന്നിട്ട് ചോദിക്കും, എന്താടാ എന്താ പറ്റിയത്, നിൻ്റെ അമ്മ പറഞ്ഞല്ലോ നീ ആകെ പുകഞ്ഞു നിൽക്കുവാന്ന്, എന്താ കാര്യമെന്ന് ചോദിക്കും. അന്നേരം അനി പറയുന്നുണ്ട്, ഞാൻ MD ആയതിൻ്റെ സന്തോഷം വെച്ചാണ് അമ്മ എന്നോട് ഒന്ന് സംസാരിക്കുന്നത്, ഈ MD കസേര ഇനി എനിക്ക് നഷ്ടപ്പെടരുത് എന്നുള്ള രീതിയിൽ. അത് കേൾക്കുമ്പോൾ ദേഷ്യം വരില്ലേ എന്ന് ചോദിക്കും. അന്നേരം അജയൻ പറയുന്നുണ്ട്, ഒരു താഴ്ന്ന സ്ത്രീകളിൽ ഉണ്ടാകുന്ന എല്ലാ ദുർഗുണങ്ങളും അവളുടെ കയ്യിലുണ്ട്, അവൾ ആ രീതിയിൽ സംസാരിക്കുകയും ചെയ്യും, അതുകൊണ്ട് നീ അത് കാര്യമാക്കണ്ട, ഏതായാലും നിന്നെ ഏൽപ്പിച്ച ജോലി നീ നല്ല ഭംഗിയായിട്ട് ചെയ്യണം, ആദർശ് തിരിച്ചു വരുമ്പോൾ കമ്പനിയെ ആ രീതിയിലായിരിക്കണം നീ തിരിച്ചു കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെ അച്ഛൻ്റെ മനസ്സിലുള്ളൂ, നീ അതൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഉപദേശിച്ചിട്ട് അജയൻ അങ്ങ് പോകുന്നു. ഏതായാലും മനസ്സിൽ ഭയങ്കര സങ്കടമാണ് അനി അതിനിടയ്ക്ക് പറയുന്നുണ്ട്, ഇതുപോലൊരു ടെൻഷനിലൂടെ ഞാൻ ഇതുവരെ ജീവിതത്തിൽ കടന്നു പോയിട്ടില്ല, അതൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാകിയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ മുത്തശ്ശനെയാണ് കാണിക്കുന്നത്. മുത്തശ്ശൻ റൂമിലിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് മുത്തശ്ശി വരുന്നത്. എന്നിട്ട് ദേവയാനി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോയ കാര്യം പറയുന്നു. അതുപോലെ മുത്തശ്ശി പ്രഗ്നൻ്റ് ആയിരുന്ന കാലം തൊട്ടേ വീട്ടിൽ ആര് പ്രഗ്നൻ്റ് ആയാലും ഒരു കുടുംബത്തിൽ നിന്ന് ഏതോ ഒരു പലഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അയാളോട് പറയണം ആ പലഹാരങ്ങളെല്ലാം നയനിക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, എനിക്ക് വിളിച്ചതൊന്നും പറയാൻ പറ്റില്ലല്ലോ, ഞാൻ നമ്പർ തരാം, താൻ വിളിച്ച് അവരോട് ഇങ്ങോട്ട് വരാൻ പറ, ഒരു ദിവസം മോൾക്ക് ഇഷ്ടമുള്ളതല്ലേ നമുക്ക് ഇവിടുന്ന് ഉണ്ടാക്കി കൊടുക്കാം എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാൻ ഇത്രയും ദേഷ്യവും ഒക്കെ കാണിക്കുന്നത് ആദർശന് അത്രത്തോളം വാശി വരാനാണ്, അവന് MD സ്ഥാനം പോയതിൽ സങ്കടമൊന്നും ഇല്ല എന്നെനിക്കറിയാം, അവൻ്റെ സങ്കടം മൊത്തം ഞാൻ അവനെ അടിച്ചതിലായിരിക്കും, അത്രത്തോളം വാശി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശത്രുവിനെ അവന് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ, അവൻ ദുബായിൽ ജയിലിൽ കിടക്കേണ്ടതായിരുന്നു, അവിടുന്ന് ഞാൻ അവനെ രക്ഷിച്ചു, പക്ഷേ നമ്മുടെ ശത്രുവിനെ കണ്ടെത്താൻ എനിക്ക് സാധിച്ചില്ല, ഇനി അത് അവൻ്റെ ഉത്തരവാദിത്വമാണ്, അതവൻ നല്ല ഭംഗിയായിട്ട് ചെയ്യും എന്ന വിശ്വാസം എനിക്കുണ്ട് എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. പിന്നീട് വീണ്ടും നമ്മുടെ ജഗദീപ് സിംഗിൻ്റെ വേഷം കെട്ടി AN ജ്വല്ലറിയിലേക്ക് ചെല്ലുന്ന ആദർശിനെയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.